അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ചർച്ച ചെയ്തത്? ആ, സൊബർ അല്ലേ? ക്ഷമിക്കുക, ക്ഷമയുടെ പല വകുപ്പുകൾ, പിന്നെ ക്ഷമ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ തുടങ്ങി അതിലുള്ള ആയത്തുകൾ ആദ്യം നോക്കി. പിന്നെ ഹദീസുകളും ഒരുപാട് കുറേ 2-3 ക്ലാസ്സുകൾ സൊബർ ആയിരുന്നു ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് സിദ്ദിഖിനെ പറ്റിയാണ് നോക്കാനുള്ളത്. സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ എന്താ? സിദ്ദിഖ്, അതെ അതെ, സത്യസന്ധത, സത്യം ആയിരിക്കുക, കളവിന് ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് അതിനെ പറ്റിയുള്ള കുറച്ച് ഹദീസുകൾ നോക്കാം. ഇന്നത്തോടെ എന്താ നമുക്ക് എന്ത് ചെയ്യണം, സിദ്ദിഖിനെ പറ്റിയുള്ള കുറച്ച് ഒരു 6 ഹദീസേ ഉള്ളൂ. അത് തീർത്തിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പുതിയ വിഷയം തുടങ്ങണം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ സിദ്ദിഖിനെ പറ്റിയിട്ട് ഒരു പണ്ഡിതൻ പറഞ്ഞത്, സൂഫി ഗ്രന്ഥങ്ങളിലൊക്കെ സിദ്ദിഖിനെ പറ്റി കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാല് ഇസ്തിവാഉ സിർരി വൽ അലാനിയ, ഇസ്തിവാഉ സിരി വൽ അലാനിയ, രഹസ്യവും പരസ്യവും ഒന്നാവുക എന്നുള്ളതാണ് സിദ്ദിഖിന് അവർ കൊടുക്കുന്ന ഡെഫിനിഷൻ. സിദ്ദിഖിനെ അവർ മനസ്സിലാക്കുന്നത് രഹസ്യവും പരസ്യവും ഒരേപോലെ ആവുക എന്നുള്ളതാണ്. ഉള്ളും പുറവും ഒന്ന് തന്നെ ആവുക, അതാണ് സത്യം, സത്യസന്ധത എന്ന് പറഞ്ഞാൽ. അപ്പോ ഒരാളുടെ ഉള്ളിലുള്ള അവസ്ഥകൾ, അയാളുടെ ഹാലും അയാളുടെ അമലും എന്ത് ചെയ്യുക, എതിരാവാതിരിക്കുക. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യും, ഇഖ്ലാസ് എപ്പോഴും ഉണ്ടാവും എന്നാണ് പറയാ. അപ്പോ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാർത്ഥത. ഒരു എന്താ പറയാ, ഇപ്പൊ തെക്കുവ എന്നൊക്കെ പറഞ്ഞ സംഭവം, അതായത് അള്ളാഹുവിനെ അല്ലാണ്ട് ഇബാദത്ത് ചെയ്യുക, വേറൊരു സംഭവത്തിന് വേണ്ടി അല്ലാതെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അപ്പോ ഒരാൾ സ്വാദിക്കാവുമ്പോ, സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഉള്ളും പുറവും ഒരേപോലെ ആയിരിക്കാം, ഉള്ളിലുള്ളത് തന്നെ പറയാ. ഒരാള് എന്താ പറയാ ചെയ്യുന്നത് കണ്ടാൽ അയാളുടെ അവസ്ഥ മനസ്സിലാവും. അപ്പൊ ഉള്ളിലൊരു ഒന്ന് വിശ്വസിക്കുകയും മറ്റൊന്ന് തിരിച്ച് ചെയ്യുകയും അല്ലെങ്കിൽ പറയുകയും ഒക്കെ ചെയ്യാന്ന് പറയുന്നത് സിദ്ദിഖിനെതിരാണ്, സത്യസന്ധതക്കെതിരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാ സ്വാദിക്കും മുഖ്ലിസാവെന്നാ പറയണത്. സത്യസന്ധത ഉള്ള എല്ലാ ആൾക്കാരും ഇഖ്ലാസോട് അമല് ചെയ്യും. ഒരാൾക്ക് സത്യത്തിൽ അള്ളാഹിനോട് ഈമാൻ ഉണ്ടെങ്കിൽ, അയാൾക്ക് പടച്ചവനുള്ള പേടിയും വിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിസ്കരിക്കാതിരിക്കാനൊന്നും പറ്റൂല. ഓക്കെ. അപ്പൊ ഈ അമൽ എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് അമലിലുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിലാണ് എന്തുള്ളത്, ഇഖ്ലാസ് ഉള്ളത്, ആത്മാർത്ഥതയോടെ ചെയ്യാന്ന് പറഞ്ഞ സംഭവം ഉള്ളത്. സിദ്ദിഖ് കുറച്ചുകൂടി വലിയൊരു തലാണെന്നാണ് സൂഫി ഡെഫിനിഷൻ അനുസരിച്ച് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ സത്യസന്ധത എന്ന് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി വലിയൊരു അർത്ഥമാണ് ഇവിടെ സത്യസന്ധത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് അള്ളാഹുമായിട്ട് സത്യസന്ധത കാണിക്കുക എന്നുള്ളത്. പടച്ചവൻ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളിലും പുറത്തിലും വിശ്വസിക്കാം. നമ്മൾ കൽബുകൊണ്ട് വിശ്വസിക്കുകയും ചെയ്യാം. നമ്മളെ അമലുകളിലും ആ ഒരു സാധനം തന്നെ, സത്യത്തിലുള്ള എന്താ പറയാ, നമ്മളെ കൽബിലുള്ളത് തന്നെ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പറ്റുക എന്നതാണ് സിദ്ദിഖിന്റെ ഒരു ഡെഫിനിഷൻ. അപ്പൊ അതിൽ എന്തും പെടും, മനുഷ്യന്മാരോടുള്ള പ്രവർത്തനങ്ങളും പെടും. അപ്പൊ നമ്മൾ എന്ത് ചർച്ച ചെയ്യും, കച്ചവടത്തിലുള്ള സത്യസന്ധതയെ പറ്റി പറയും. ഓക്കെ. അപ്പൊ കളവ് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കച്ചവടം ചെയ്യാൻ പാടില്ല. അപ്പൊ അതുപോലെയാണ് ഈ കളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യത്തിനെതിരാണല്ലോ. ഉള്ളില് എന്താണ്, നമ്മൾ ഇന്ന് വരൂല എന്ന് പറയാ, ഉറപ്പുണ്ട്, നമ്മളൊരു കാര്യം ചെയ്യൂല എന്ന് ഉറപ്പുണ്ട്, എന്നിട്ടും നമ്മളൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാണ് കളവ്. ഓക്കെ. അപ്പൊ അത് നമ്മൾ ശരിക്കും വിശ്വസിച്ചിരിക്കുന്ന കാര്യത്തിനെതിരാണ്. അപ്പൊ ഇത് ഈ മുനാഫിക്കിന്റെ ഒക്കെ ഒരു ലക്ഷണമായിട്ട് പറയാൻ പറ്റും. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ എന്താ, കപട വിശ്വാസി. അപ്പൊ അയാള് ശരിക്കും എന്തുണ്ടാവും, അയാൾ വിശ്വാസം ഉണ്ടാവില്ല, പക്ഷെ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും മുസ്ലിങ്ങളെ കൂടെ ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതേപോലെ മുനാഫിക്കിന്റെ ഒരുപാട് ലക്ഷണങ്ങൾ ഖുർആനിലൊക്കെ പറയുന്നുണ്ട്.
അപ്പൊ എന്തിനാണ് പറയണത്? ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളെ സ്വന്തം സ്വഭാവത്തെ പറ്റി വിലയിരുത്താനും അങ്ങനെ മറ്റേ യഥാർത്ഥ വിശ്വാസിയായിരിക്കാനും പറ്റും. ഈ മുനാഫിക്കിന്റെ ലക്ഷണത്തെ പറ്റി പറയുമ്പോൾ ഉദാഹരണത്തിന് അറായിത്തല്ലദി യുകദ്ദിബു ബിദ്ദീൻ നമ്മൾ അറിയുന്ന സൂറത്താണല്ലോ, സൂറത്തുൽ മാഊൻ ഉണ്ട്. അപ്പൊ അതിൽ മെയിൻ പരാമർശം തന്നെ അറായിത്തല്ലദി യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദി യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. മുനാഫിക്കിന്റെ കുറെ ലക്ഷണങ്ങളാണ് പറയണത്. എന്താണ്? യത്തീങ്ങളുടെ മാലൊക്കെ പിടിച്ചു വെക്കും, അത് മര്യാദക്ക് കൊടുത്തു വിട്ടൂല. മിസ്കീന്മാരെ ഭക്ഷിപ്പിക്കാൻ അവർക്ക് എന്ത് ചെയ്യില്ല, ഒരു പ്രേരണ ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് വയംനൗനുൽ മാഊൻ, ചെറിയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം ആൾക്കാർക്ക് നിഷേധിക്കുക. ആരാളെന്തെങ്കിലും ഹെൽപ്പിന് വന്ന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കുക. ഇത്തരം അടയാളങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മുനാഫിക്കിന്റെ ലക്ഷണത്തെ പറ്റി ഖുർആനിൽ തന്നെ പറഞ്ഞു കാണാൻ പറ്റും. അപ്പൊ ഇതെന്താണ്? അവരുടെ ശരിക്കും വിശ്വാസത്തിനെതിരാണ് അവർ ചെയ്യുന്നത്. മുനാഫിക്ക് എന്ന് പറഞ്ഞാല് മുസ്ലിം എന്താവണം? അയാളുടെ ഉള്ളും പുറവും ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ നമ്മൾ സിദ്ക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് ആദ്യം എന്ത് നന്നാക്കണം? കൽബ് നന്നാക്കണം, അല്ലേ? ഇപ്പൊ നമ്മൾ ആദ്യം ഈ ഓർഡർ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ആദ്യം തഖ്വനെ പറ്റി പറഞ്ഞു, ഇഖ്ലാസിനെ പറ്റി പറഞ്ഞു. അപ്പൊ ആദ്യം കൽബ് നന്നാക്കി, പിന്നെ സൊബർ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് വന്നാലും സൊബർ ചെയ്യാൻ പറ്റണം. പിന്നെ നമ്മൾ സിദ്ക്ക് ഉണ്ടാവാതിരിക്കണം. സിദ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കൽബ് നന്നാക്കിയിട്ട് പിന്നെ നമ്മളെ അമലുകളിലും അത് തെളിഞ്ഞു കാണണം. അപ്പോൾ ഉള്ളും പുറവും എന്ത് ചെയ്യണം? വളരെ ക്ലിയർ ആയിരിക്കണം എന്നതാണ് സിദ്ക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ അപ്പൊ നമ്മൾ അതിന്റെ ഡെഫിനേഷൻ പറഞ്ഞു. ഈ റിസാലത്തുൽ ഖുശൈരിയ പറഞ്ഞ കിതാബ്, റിസാലത്തുൽ ഖുശൈരി എന്ന് പറഞ്ഞ കിതാബ് ഉണ്ട്. അതില് ജുനൈദ് വലിയൊരു സൂഫി മഹാനായിരുന്നു, ജുനൈദുൽ ബഗ്ദാദി. അപ്പൊ അവരോട് ഇഖ്ലാസും സിദ്ക്കിനെ പറ്റി ചോദിച്ചു. അപ്പൊ പറഞ്ഞെന്താ? സിദ്ക്ക് എന്ന് പറഞ്ഞാല് ഇഖ്ലാസിന്റെ അസിലാണ്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യണം? പടച്ചവനിലുള്ള വിശ്വാസം അമലുകളൊക്കെ ഒരേപോലെ ആവണം. അപ്പൊ നല്ല ഇഖ്ലാസ് വരും. അപ്പൊ സിദ്ക്കാണ് ആദ്യം വരേണ്ടത് എന്നാണ് അവർ പറഞ്ഞത്. ഇനി നമ്മളെ എല്ലാ ബാബും പോലെ കുറച്ച് ആയത്തുകൾ മുമ്പിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെ? ഖാല അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഖുർആനിൽ എന്താണുള്ളത്? യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്യണം. കൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ എന്തോ ചെയ്യണം. ആരോട് കൂടെ ആവണം? സ്വാദിഖീങ്ങളോട് കൂടെ ആവണം, സത്യസന്ധരോട് കൂടെ ആവുകയും ചെയ്യണം. അതായത് സ്വാദിഖീങ്ങളെ അടയാളങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്വാദിഖീങ്ങളിൽ പെടും. ഓക്കെ, അപ്പൊ എന്താണ്? ഈമാനിലും കരാറുകളിലും, അപ്പൊ നമ്മളെ എല്ലാ ഇടപാടുകളിലും പിന്നെ നമ്മുടെ വിശ്വാസത്തിലും ഒക്കെ നമ്മൾ സത്യം കാണിക്കുന്നവരായിരിക്കണം. സത്യം എന്ന് വെച്ചാല് പറഞ്ഞല്ലോ, ഈ എന്ത് പറയുമ്പോഴും ഈ ഹദീസുകളൊക്കെ പറയുമ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ഒത്ത് നോക്കുക. ഈ നമ്മൾ പറഞ്ഞ ഈ നിർവചനം റെഡി ആവുന്നുണ്ടോ നോക്കുക. നമ്മളെ അമലുകളും നമ്മളെ കൽബിലുള്ളതും നമ്മൾ പുറത്ത് കാണിക്കുന്നതും സെയിം ആവുക, അതാണ് സിദ്ക്ക്. കാല ഭാഗം ഇനി അപ്പൊ ഇനി അടുത്ത ആയത്ത് നോക്കൂ. സ്വാദിക്കീന സ്വാദിക്കാത്തി, കാലത്താല സ്വാദിക്കീന സ്വാദിക്കാത്തി. ഖുറാനില് നല്ല ആൾക്കാരുടെ മുഅ്മിനീങ്ങളുടെ കുറെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞാണ് എന്ത്? സ്വാദിക്കീന സ്വാദിക്കാത്തിന്ന്. അത് സ്വാദിക്കീങ്ങളും സ്വാദിക്കാത്തുകളുമാണ് നല്ല മുഅ്മിനീങ്ങള്, വിശ്വാസികള്. അപ്പൊ സത്യസന്ധത അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി സദഖുല്ലാഹ ഫിൽ ഈമാനി വത്വആത്തി. ഇനി അടുത്ത എന്താ പറഞ്ഞത്? കാലത്ത് ഫലോ സദഖുല്ലാഹ ലകാന ഖൈറല്ലോ. അവർ അള്ളാഹുവിനോട് സത്യം ചെയ്യുകയാണെങ്കിൽ, ഈ സത്യസന്ധമായിട്ട് പെരുമാറാണെങ്കിൽ ലകാന ഖൈറല്ലോ, അത് അവർക്ക് ഖൈറായിരിക്കും. അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല? മറണ്ടാൻ പാടില്ല. മറണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിൽ അവർ സത്യസന്ധരാവുകയാണെങ്കിൽ അത് എങ്ങനെയാണ്? ഈമാനിലും ത്വാഅത്തിലും
ഈമാൻ എന്ത് ചെയ്യുക? സത്യത്തിൽ വിശ്വസിക്കുക. വേറെ ആർക്കും വേണ്ടി, ആരെ കാണിക്കാനോ ബോധിപ്പിക്കാനോ വേണ്ടി അല്ലാതെ യഥാർത്ഥത്തിലുള്ള വിശ്വാസിയായിരിക്കുക. പിന്നെ ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ കൽബിലുള്ള കാര്യമാണെങ്കിലും പ്രവർത്തനങ്ങളിലുള്ള കാര്യങ്ങളാണെങ്കിലും രണ്ടിലാണെങ്കിലും സത്യസന്ധരായിരിക്കുക എന്നുള്ളത് ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. പോലെ കാന ഖൈറല്ലോ, അപ്പൊ അവർക്ക് സിദ്ക്ക് ഖൈറാവും, അതാണ് അവർക്ക് ഖൈറാവുക. ഓക്കെ, അപ്പൊ അതാണ് ഖുർആനിൽ സിദ്ക്കിനെ പറ്റി പറഞ്ഞത്. ഇനി ഹദീസുകളിൽ നോക്കാം. ഫലവ്വലു അൻ അബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന സിദ്ക യഹ്ദി ഇലൽ ബിർരി വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. എന്താ പറഞ്ഞത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇതിലെന്താ പറയണത്? ഇന്ന സിദ്ക യഹ്ദി ഇലൽ ബിർരി, സിദ്ക്ക് സത്യസന്ധത ബിർറിലേക്ക് നയിക്കും. ബിർറ് എന്ന് പറഞ്ഞാല് നന്മകളാണ് ഉദ്ദേശിക്കുന്നത്. ബിർറ് എന്ന് പറഞ്ഞാൽ നന്മ. ഓക്കെ, ഇപ്പൊ സത്യം ചെയ്ത് സത്യമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നന്മകളിലേക്ക് എത്തിക്കും. വൈന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ഈ ബിർറോ നന്മകൾ ഉണ്ടായി കഴിഞ്ഞാലോ അത് സ്വർഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇനി ഇന്നർ റജുല ലയസ്ദുഖു ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖൻ വഇന്നൽ. ഓക്കെ, അപ്പോ ഇന്നർ റജുല ലയസ്ദുഖു, അപ്പൊ ഒരു നല്ല ഒരു മനുഷ്യൻ അയാൾ സത്യത്തിൽ പെരുമാറി സത്യസന്ധനായാൽ ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖൻ, അള്ളാഹുവിന്റെ മുമ്പിൽ അവന് സിദ്ദീഖ് എഴുതപ്പെടും. അപ്പൊ അതിനെ അള്ളാഹു സിദ്ദീഖായിട്ട് പരിഗണിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യണം? ഈ സത്യസന്ധത അവന്റെ ശീലമായിട്ട് മാറണം. ഓക്കെ, അല്ലെങ്കിൽ സിദ്ദീഖായിട്ട് പരിഗണിക്കില്ല. എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുമ്പോ അല്ലെങ്കിൽ നിർബന്ധിതനായാല് സിദ്ദീഖ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോ സത്യം ചെയ്താല് എങ്ങനെ സത്യം പറയാൻ പറഞ്ഞ പോലീസ് പിടിച്ചു, എന്നിട്ട് കുറെ ക്വസ്റ്റ്യൻ ചെയ്തു സത്യം പറഞ്ഞു, അല്ലെങ്കിൽ അടി കിട്ടുന്നൊക്കെ പറഞ്ഞു, അങ്ങനെ സത്യം ചെയ്തൊരു കാര്യമില്ല. അതായത് നമ്മളുടെ ഒരു അടയാളമായിട്ട്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചര്യയായിട്ട് സത്യസന്ധത എന്നുള്ള വരുമ്പോ എന്ത് ചെയ്യും? സിദ്ദീഖായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ എഴുതപ്പെടും. അത് നല്ലൊരു ക്വാളിറ്റിയാണ്, അങ്ങനെ സ്വർഗം കിട്ടാൻ കാരണമാവും. ഇന്നൽ കദിബ, ഇനി സിദ്ദീഖിനെ പറ്റി പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് എത്തിക്കും. ഇനി അതേപോലെ ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂരി, കളവ് പറഞ്ഞു കഴിഞ്ഞാലോ, കളവ് എന്ന് പറഞ്ഞാല് അത് ഫുജൂറിലേക്ക് നയിക്കും. അത് കുറെ തെറ്റുകളിലേക്ക്, വേണ്ടാത്തരങ്ങളിലേക്ക് മനുഷ്യൻ നയിക്കും. വൈനൽ ഫുജൂർ യഹ്ദി ഇലൻ നാരി, ഈ കുറെ ചീത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നാറിലേക്ക്, നരകത്തിലേക്കുള്ള വഴിയാവുകയും ചെയ്യും. വൈന്നർ റജുല ല യക്ദിബു ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, അങ്ങനെ ഒരാള് ഇങ്ങനെ കളവ് പറയലും കളവ് ചെയ്യലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ശീലാക്കി കഴിഞ്ഞാൽ അല്ലാഹു തആലയുടെ അടുക്കൽ കദ്ദാബായിട്ട് എഴുതപ്പെടും. മുത്തഫഖുൻ അലൈഹി, കദ്ദാബായിട്ട് എഴുതപ്പെടും. അപ്പൊ എന്ത് ചെയ്യില്ല? സ്വർഗം കിട്ടൂല. ഓക്കെ, ക്ലിയർ ആയില്ലേ പറഞ്ഞത്? മുത്തഫഖുൻ അലൈഹി, സ്വഹീഹ് മുസ്ലിമും ബുഖാരിയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതായിരുന്നു ഒന്നാമത്തെ ഹദീസ്. ഇതിൽ പറഞ്ഞത് സത്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നന്മയിലേക്ക് നയിക്കും, നന്മ സ്വർഗത്തിലേക്ക് നയിക്കും. കളവ് എന്ന് പറഞ്ഞാലോ, അത് ഒരു കളവ് പറഞ്ഞാൽ പിന്നെ കുറെ കളവ് അതിനെ തുടർന്ന് പറയേണ്ടി വരും. അങ്ങനെ ലാസ്റ്റ് നരകത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പൊ ഇനി ഖുർത്തുബി ഇമാം പറഞ്ഞൊരു സംഭവം പറയണ്ട്. അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കിയ ഒരാളെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് യുലാസിമു സിദ്ഖ ഫിൽ അഖ്വാലി, പറയുമ്പോ വാക്കുകളിൽ എപ്പോഴും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ആരെങ്കിലും കളിയാക്കാനാണെങ്കിൽ ആണെങ്കിലും അല്ലെങ്കിൽ തമാശക്കാണെങ്കിലും, തമാശക്ക് കളവ് പറയുന്നത് വലിയൊരു ശീലാണ്. അത് ഭയങ്കര ഡേഞ്ചറാണ്. ഇസ്ലാമിൽ അങ്ങനെ തമാശക്കാണെങ്കിൽ കളവ് പറയാന്നുള്ള ഓപ്ഷൻ ഇല്ല. എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ് എന്ത്? സത്യം പറയാൻ, സത്യം മാത്രമേ പറയാന്നുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം തീരെ തമാശ ഒന്നും പാണ്ടെന്നല്ല. പക്ഷെ ഈ കളവ് പറഞ്ഞിട്ടുള്ളൊരു തമാശ എന്ത് ചെയ്യുന്നില്ല? ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ ആളെ പറ്റിക്കുക, അങ്ങനെ പ്രാങ്ക് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ സ്റ്റൈല്, അപ്പൊ അതൊന്നും ഇസ്ലാം എന്ത് ചെയ്യില്ല? പ്രോത്സാഹിപ്പിക്കുന്നില്ല. സത്യം പറയാന്നുള്ളതാണ് ഇസ്ലാമിന്റെ രീതി. അപ്പോൾ
കൗലുകളിൽ സത്യം ചെയ്യുകയും സത്യം പറയുകയും ഇഖ്ലാസ് ഫിൽ അമലി, അമലുകളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇഖ്ലാസ് ഉണ്ടാവുക, ആത്മാർത്ഥത ഉണ്ടാവുകയും സഫായി ഫിൽ അഹ്വാലി, നമ്മുടെ കൽബിന്റെ അവസ്ഥകളിലൊക്കെ നമുക്ക് ഒരു തെളിച്ചുണ്ടാവുക. മീൻസ് അതില് വേറെ വേറെ ശൈത്താന്റെ മറ്റു സ്വാധീനങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് നല്ല ആൾക്കാരിൽ പെടുമെന്ന് ഖുർത്തുബി ഇമാം സ്ഥലത്ത് പറയുന്നുണ്ട്. ഇനി മുത്തഫഖുൻ അലൈഹി. ഇനി ക്ലിയർ അല്ലേ? അടുത്ത ഹദീസ് നോക്കാം. ثاني عن أبي محمد الحسن بن علي بن أبي طالب رضي الله عنهما. ഇപ്പോ നബിതങ്ങൾ പറഞ്ഞു എന്നാണ് പറയണത്. നബി മുഹമ്മദിൽ ഹസൻ, ഓക്കെ, ഹസൻ റളിയല്ലാഹുവിന്റെ ഉപ്പ എന്നാണ് പറയണത്. എന്താണ് നബിതങ്ങളിലേക്ക് എത്ര ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ ചിലപ്പോ എന്ത് ചെയ്യും, ഹസൻ ഹുസൈൻ നബിതങ്ങളുടെ പേരക്കുട്ടികളാണല്ലോ ഹസൻ ഹുസൈൻ, അവരിലേക്ക് ചേർത്തിട്ടും എന്തായിട്ടുണ്ട്, അബൂ ഹസൻ അബൂ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞിട്ടും നബിതങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസുകൾ കാണാൻ പറ്റും. ഓക്കെ, എന്താ പറഞ്ഞോ? ഓക്കെ, അബൂ മുഹമ്മദ് അൽ ഹസൻ ബിൻ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അതായത് നബിതങ്ങൾ പറഞ്ഞു എന്നാണ്. കാല ഹബിൽതു മിർ റസൂലില്ലാഹി, എന്താണ് പറഞ്ഞത്? ഹഫിൽതു മിർ റസൂലില്ലാഹി, റസൂലിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്ത്? ദഅമാ യുരീബുക ഇലാ മാ ലാ യുരീബുക ഫഇന്ന സിദ്ക തുമാനീനത്തുൻ വൽ കദിബരീബത്തുൻ. റവാഹു തുർമുദി വഖാല ഹാദാ ഹദീസുൻ സ്വഹീഹുൻ. അപ്പൊ എന്താ പറഞ്ഞത്? ഹദീസ് എന്താ? ദഅമാ യുരീബുക ഇലാ മാ ലാ യുരീബുക എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും, തറദ്ദുദ് ഉണ്ടാവും അവിടെ, അത് ചെയ്യണോ, നല്ലതല്ലേ, നല്ലതാണോ, അങ്ങനെ കുറെ പ്രശ്നം ഉണ്ടാവുന്ന സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ സാഹചര്യങ്ങളിൽ അത് അത് ഒഴിവാക്കുക എന്നുള്ളതാണ്, അത് ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ ഹദീസിൽ പറയുന്നത്. മാ യുരീബുക ഇലാ മാ ലാ യുരീബുക, മാ യരീബുക ഇലാ മാ ലാ യരീബുക, റൈബ് സംശയം ഉണ്ടാവുന്ന സാധനങ്ങളിൽ സംശയം ഇല്ലാത്തതിലേക്ക് നിങ്ങൾ പോവുക. പിന്നെ സിദ്ക തുമാനീനത്തുൻ, സിദ്ക്ക് സത്യസന്ധത എന്ന് പറഞ്ഞാൽ എപ്പോഴും തുമാനീനത്താണ്, അതിലൊരു സമാധാനം ഉണ്ട്. ഓക്കെ, ഒരു കദിബ രീപത്തുൻ, കളവ് എന്ന് പറഞ്ഞാലോ എപ്പോഴും സംശയങ്ങൾ ഉണ്ടാവും. കളവ് എന്ന് പറഞ്ഞാല് സംശയങ്ങൾ ഉണ്ടാവും. ഈ കളവ് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും അല്ലേ? കളവിനെ തുടർന്ന് നമ്മളെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കളവ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആരെങ്കിലും പിടിക്കോ, ഇതെപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും കളവ് ചെയ്താലോ കളവ് പറഞ്ഞാലോ എന്താണ്, നമ്മൾ ആരെങ്കിലും പിടിക്കോ, ഇനി പോലീസ് പിടിച്ചാൽ ഞാൻ എന്താ പറയാ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവോ, CCTV കണ്ടിട്ടുണ്ടാവോ, അങ്ങനെ തുടങ്ങി എന്തെങ്കിലും നല്ലതല്ലാത്ത കാര്യം, അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവണം, പുറത്തറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുന്ന സമയം ഉണ്ടാവുന്ന ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അത് പിന്നെ തുമാനീനത്ത് ഉണ്ടാവില്ല. ഓക്കെ, കൽബും മുത്തുമൈനാണ് ഒരു മുസ്ലിമിന്റെ ഒരു നല്ലൊരു ഹൃദയം എന്ന് പറഞ്ഞാല് ഭയങ്കര സമാധാനം അടക്കം ഒതുക്കമുള്ള ഹൃദയമാണ്. അപ്പൊ അതില് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കളവ് എന്ന് പറഞ്ഞാല്. കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ആശങ്കകളും ടെൻഷനും ഒക്കെ ആയിരിക്കും ഒരാൾക്ക് ഉണ്ടാവുക. അപ്പൊ അതാണ് ഈ ഹദീസിൽ പറഞ്ഞത്, എരീബുക്ക് ഇലാ മാല എരീബുക്ക, സംശയം ഉണ്ടാക്കുന്ന സാധനത്തിൽ നിന്ന് സംശയം ഇല്ലാത്തൊരു സംഭവത്തിലേക്ക്. ഓൾവേസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, പ്രശ്നം ഉണ്ടാവില്ല. കളവ് പറഞ്ഞു കഴിഞ്ഞാലോ എപ്പോഴും പിന്നെ ഒരുപാട് സങ്കടങ്ങളും ടെൻഷനൊക്കെ ആയിരിക്കും. ഇനി അതുപോലെ ക്രിസ്താവ് പറഞ്ഞൊരു കഥ ഉണ്ട്, ഒരു മിനിറ്റ്.
ഒരു മിനിറ്റ് ഇപ്പൊ വരാം. ഒരു കേസിലെ ഒരു ഉസ്താദിനെ പിടിച്ചു. ഒരു കേസിലെ ഒരു ഉസ്താദിനെ പിടിച്ചു. അപ്പോ ഉസ്താദിനെ കേസ് നമ്മൾക്കിപ്പോ പറയണ്ട, പിന്നെ പറയാം. അപ്പോ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാണ്. പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ ഇതേപോലെ വേറൊരാളുണ്ട്, ആദ്യം ഒരു വയസ്സായ ഒരാളുണ്ട്. അപ്പൊ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യണ ഉസ്താദ് കണ്ടിട്ടുണ്ട്. അപ്പൊ അയാള് പ്രായമായ ആളാണ്. അപ്പൊ അയാൾ ആദ്യം മര്യാദക്ക് ചോദിച്ചു, ഇങ്ങനെ എന്താണ് കേസ് എന്നുള്ള തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്യാ, അയാൾ സത്യം പറഞ്ഞില്ല. ഈ പോലീസുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ, അവരൊന്നും ഇത് കണ്ടുകൊണ്ടിരിക്കണല്ലേ. അപ്പൊ അയാളെ നല്ലോണം പൂശി, നല്ല പ്രായമുള്ള ആളാണെങ്കിലും അതൊന്നും പരിഗണിക്കാണ്ട് നല്ലോണം കൊടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഉസ്താദിനോട് ചോദിച്ചു, ഈ ഉസ്താദിനെ ക്വസ്റ്റ്യൻ ചെയ്യണം, ഇതൊരു കേസാണ്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഉസ്താദ് എന്തായി, ഉള്ള സത്യം പോലെ പറഞ്ഞു. അപ്പൊ തെറ്റുകൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ അതേപോലെ പറഞ്ഞു. എന്തൊരു ചെറിയ ഇഷ്യൂ ആണ്. അപ്പൊ എന്തെങ്കിലും ആ ഉസ്താദിനെ ഈ സത്യം പറഞ്ഞതിന്റെ മേലിൽ അയാൾ പുറത്തെ വിട്ടു എന്നുള്ളതാണ്. ഇത് പഠിച്ചവന്റെ അടുത്ത് മാത്രമല്ല, ദുന്യാവിലും നമുക്ക് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ. അപ്പോ ഒന്നാമതായിട്ട് ഈ സത്യം മാത്രം പറയാൻ, അതൊരു ശീലമാക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, സത്യം കളവ് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. നമ്മള് നല്ല രീതിയിൽ ജീവിച്ചു പോയാൽ എന്ത് ചെയ്യും, സത്യം മാത്രം പറയേണ്ടി വരുള്ളൂ. ഈ കളവ് പറയേണ്ട എപ്പോഴാണ്, നമ്മൾ ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് കളവ് പറയേണ്ടി വരിക. അപ്പൊ അതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നത്. ഇപ്പോ മുഅ്മിനിന്റെ കൽബ് എന്ന് പറഞ്ഞാൽ തുമാനീനത്ത് ഉണ്ടാവും. അതിൽ എപ്പോഴും അടക്കവും ഒതുക്കവും സമാധാനമൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഈ ഗീബത്തുള്ള കാര്യങ്ങൾ ചെയ്താല്, സംശയം ഉളവാക്കുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാല് ആ സമാധാനം പോയി കിട്ടും. അപ്പൊ അത് ചെയ്യരുത്. എപ്പോഴും സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സംശയം ഇല്ലാത്ത കാര്യങ്ങളിലേക്ക്, സംശയം ഉണ്ടാക്കണതൊക്കെ ഒഴിവാക്കിയിട്ട് സംശയം ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോ ഒരു മുഅ്മിനിന്റെ കൽബിൽ എപ്പോഴും നല്ല കാര്യങ്ങളോടാണ് അടുപ്പുണ്ടാവുക. എന്തെങ്കിലും കാര്യം ഡൗട്ട് ഉണ്ടായി കഴിഞ്ഞാൽ കിതാബിൽ കാണാൻ പറ്റും, സ്വന്തം ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് വെക്കാൻ, ആ വിഷയം ശരിക്കും ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത്. അങ്ങനെ സംശയം വീണ്ടും ഉണ്ടാവുന്ന സാധനമാണെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇസ്തിഖാറത്തിന്റെ നിസ്കാരമൊക്കെ ഉണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ ഉള്ള സ്റ്റേജ് ആണെങ്കിൽ ഇസ്തിഖാറത്തിന്റെ നിസ്കാരം നിസ്കരിച്ചിട്ട് ദുആർക്കാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിൽ എന്താണോ തോന്നുന്നത് അതിനനുസരിച്ചാണ് നമ്മളെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻ മേക്കിംഗ്, നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ ചെയ്യാനുള്ള കാര്യം അതാണ്. മിനിറ്റ് ബാങ്ക് കൊടുക്കുന്നുണ്ട്, 10 മിനിറ്റ്. ഓക്കെ. അപ്പോ ഇനി വേറൊരു ഹദീസിൽ കാണാം, കാണാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞല്ലോ, ദാഹമായി രീബുക്ക ഇല്ലാമാലായി രീബുക്ക, സംശയം ഉണ്ടാക്കണമെന്ന് സംശയം ഇല്ലാത്തൊരു കാര്യത്തിലേക്ക് നിങ്ങൾ പോകണം. സംശയമുള്ളത് ഒഴിവാക്കിയിട്ട് സംശയം ഇല്ലാത്തത് പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് എങ്ങനെയാണ് അറിയാന്ന് ചോദിച്ചപ്പോ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും. അപ്പൊ ഭയങ്കര കാര്യം, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഫളായി അത് കലാസ്വദിക്കുക, നെഞ്ചത്ത് കൈവെക്കുക. ഫൈനൽ കൽബ യൽതരിബുൽ ഹറാമി വയസ്കുനുൽ ഹലാലി. അപ്പൊ കൽബ് എന്ത് ചെയ്യും, ഹറാമാണെങ്കിൽ കൽബിനൊരു പേടി ഉണ്ടാവും, കൽബ് അല്ലാണ്ട് പിടക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ ഹലാലാണെങ്കിലോ നമുക്ക് സമാധാനം ഉണ്ടാവുക ചെയ്യണില്ല. അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ വൈനൽ മുസ്ലിമൽ വറാ യദൗ സഗീറത മഖാഫത്തുൽ കബീറ. അതേപോലെ തന്നെ ഒരു മുസ്ലിം
നല്ലൊരു മുസ്ലിമിന്റെ ലക്ഷണം പറയേണ്ടത് എന്താണ്? സ്വഗീറത്ത മഹാഫത്തൽ കബീറ, ചെറിയ എന്തെങ്കിലും തെറ്റാണെങ്കിൽ തന്നെ മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കുക എന്താ, അത് ചെറുതല്ലേ, കുഴപ്പമില്ല, വലിയ തെറ്റാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ചാൽ മതി എന്നല്ല. മറിച്ച് ചെറിയ തെറ്റാണെങ്കിലും ഒഴിവാക്കും. എങ്ങനെ? ഇനിയിപ്പോ ഇത് ചെയ്താൽ വലിയതിലേക്ക് എത്തുമല്ലോ എന്ന് പേടിച്ചിട്ട് ഈ ചെറിയ തെറ്റിനെ ഒഴിവാക്കും എന്നതാണ് മുഅ്മിനിന്റെ അടയാളം. ഇനി വറയിൽ പെട്ടാണ്, സൂക്ഷ്മതയിൽ പെട്ടാണ് എന്ത്? യക്കിഫ് എന്ത് ശുഭത്തി, ശുഭ ഉണ്ടെങ്കിൽ ഹലാലാണോ ഹറാമാണോ എന്ന് ഉറപ്പില്ലാത്ത സംഭവങ്ങളാണെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളത് മുഅ്മിനിന്റെ അടയാളാണ് എന്ന്. അപ്പൊ ഹദീസിൽ മൊത്തം പറഞ്ഞത് ഹലാലാണെന്ന് ഉറപ്പുള്ളത് മാത്രം എടുക്കാനാണ്. ഹലാലാണോ ഹറാമാണോ എന്ന് ഉറപ്പില്ലാത്തത്, സംശയമുള്ളത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഹദീസ് നോക്കാം. عن أبي سفيان صخر بن حرب رضي الله عنه في حديث طويل في قصة ഹിറക്കല. ഇപ്പൊ ഹിർക്കൽ രാജാവ് ഉണ്ടായിരുന്നു. റോമിലെ ഭരണാധികാരിയാണ്, രാജാവാണ് ആര്? ഹിറക്കല്. ഇപ്പൊ ഇസ്ലാം വരുന്ന സമയത്തുള്ള രണ്ട് വലിയ സാമ്രാജ്യങ്ങളാണ് റോമും പേർഷ്യയും. ഖുറാനിലുണ്ട്, റൂം സൂറത്തുണ്ട്, അതിൽ പറയുന്നുണ്ട് റോമക്കാര് തോറ്റു, റോമക്കാര് ഇതിന് ശേഷം ജയിക്കും എന്ന് പറഞ്ഞിട്ട് ഉലിവത്തിർ റൂം എന്ന് പറഞ്ഞ് ആയത്തിൽ ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ റോമ സാമ്രാജ്യം എന്ന് പറഞ്ഞാല് അവര് ക്രിസ്ത്യാനികളായിരുന്നു. നസാറ ആയിരുന്നു ആര്? റോമ സാമ്രാജ്യം. ഫാരിസ് ഉണ്ട്, പേർഷ്യൻ സാമ്രാജ്യം ഉണ്ട്. പേർഷ്യൻ സാമ്രാജ്യം എന്തായിരുന്നു? മജൂസികളൊക്കെ ആയിരുന്നു. ഒരു ദൈവത്തിനെയും സൂര്യനെയൊക്കെ ആരാധിക്കുന്ന ടീമായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. അപ്പൊ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ ഇവരുടെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടൊക്കെ കത്തുകളും അയക്കുകയും അങ്ങനെ സംഭാഷണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അബൂ സുഫിയാന് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഹിറക്കൽ രാജാവ്, ഇപ്പൊ ഈ റോമിലെ രാജാക്കന്മാർക്ക് കൈസർ എന്നാ പറയാ, പേർഷ്യയിലെ രാജാക്കന്മാർക്ക് കിസ്റാന്ന്. നബിതങ്ങൾ ജനിച്ച സമയത്ത് എന്തായി? അതിലുള്ള അത്ഭുതമായിരുന്നു കിസ്റ കൈസർ, ഇതിന്റെ കൊട്ടാരങ്ങളൊക്കെ എന്തായി? വിറച്ചു എന്നുള്ളത്. അപ്പൊ ഈ കൈസർ അവിടുത്തെ ലക്കബാണ്, രാജാവിന് അറിയപ്പെടുന്ന പേരാണ്. മീൻസ് അവരുടെ സ്ഥാനപ്പേരാണ് കൈസർ എന്നുള്ളത്. രാജാവിന്റെ പേരാണ് ഹിറക്കല് രാജാവ്. അപ്പൊ അദ്ദേഹം ഇസ്ലാം ഇറങ്ങിയ മക്കയിൽ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ സമയത്ത് തന്നെ എന്തായിട്ടുണ്ട്? എത്തിയ സമയത്ത് തന്നെ ഇസ്ലാമിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അബൂ സുഫിയാനെ കച്ചവട സംഘത്തില് അങ്ങോട്ടൊക്കെ യാത്ര ചെയ്തിരുന്ന ആളായിരുന്നു പിന്നെ ഇസ്ലാമിന് മുമ്പ്. അപ്പൊ മാതാ യഅ്മുറുക്കും, അപ്പൊ അവരുടെ അടുത്ത് അബൂ സുഫിയാൻ എന്തായി? ഈ കൈസർ ഹിറക്കിലിന്റെ അടുത്ത്, രാജാവിന്റെ അടുത്ത് പോയപ്പോ രാജാവ് ചോദിച്ചു, മാതാ യഅ്മുറുക്കും, എന്താണ് നബി ജനങ്ങളോട് കൽപ്പിക്കണം, നിങ്ങളോട് എന്താണ് കൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു, കുൽത്തു യഖൂലു ഉഅ്ബുദുല്ലാഹ വഹ്ദഹു ലാ തുശ്രികൂ ബിഹി ശൈഅ. എന്തൊക്കെയാണ് കൽപ്പിക്കണത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, വലാ തുശ്രികൂ ബിഹി ശൈഅ, വേറെ അതിൽ ശിർക്ക് ചെയ്യാതിരിക്കുക, വത്രുക്കൂ മാ യഖൂലു ആബാഉക്കും, പിന്നെ നിങ്ങൾ വാപ്പാര് നിങ്ങളെ പൂർവ്വപിതാക്കന്മാര് പറഞ്ഞത് നിങ്ങൾ ഉപേക്ഷിക്കുക. അപ്പൊ അന്ന് നബിതങ്ങളെ കാലം ആയപ്പോഴേക്കും ഈസാ നബി ശരിക്കും എന്തായിരുന്നു? തൗഹീദിലേക്കായിരുന്നു ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 600 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ നബിതങ്ങള് ഇസ്ലാം വരുന്നത്. നബിതങ്ങള് പ്രബോധനമായിട്ട് വരുന്നത്. അപ്പൊ ആ സമയത്തിലെ ആയപ്പോഴേക്കും കഅബയിലൊക്കെ എന്തായി? വിഗ്രഹങ്ങളും അതേപോലുള്ള പലജാതി ലാത്ത, ഉസ്സ, മനാത്ത പോലുള്ള മറ്റു ദൈവങ്ങളെ ആരാധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോ അതാണ് ഈ പിതാക്കന്മാർ ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അബൂ സുഫിയാൻ ഇതില് കാണാൻ പറ്റും, ആദ്യമായിട്ടാണ് ഈ വിഷയം പറഞ്ഞത്. ഇതെന്തിനാണ് പറഞ്ഞത്? മാക്സിമം ഈ ഇസ്ലാമിനെയും ഇവരെയും തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറഞ്ഞത്. കാരണം ആദ്യം എതിരായ വിഷയം പറയാം. ആ രാജാവ് എന്താണ്? ക്രിസ്ത്യാനികളായിരുന്നല്ലോ റോമിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവരുമായിട്ട് അവരുമായിട്ട് പ്രശ്നമുള്ള വിഷയങ്ങൾ ആദ്യം സൂചിപ്പിക്കണം. അത് രണ്ട് കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു. എന്ത്?
വേറെ ഒന്നിനെ ആരാധിക്കാതിരിക്കുക, നിങ്ങൾ ഉപ്പമാര് പറഞ്ഞ ഉപേക്ഷിക്കുക എന്നുള്ളത്. രണ്ട് ഏകദേശം സെയിം തന്നെ. എന്താണ് വിഗ്രഹ ആരാധന, അള്ളാഹിനെ മാത്രം ആരാധിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇസ്ലാമിന്റെ എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുത്താണ്. ഇത് ദേഷ്യം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞാന്ന് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി പിന്നെ അതിനുശേഷം പറയേണ്ടത് നബി തങ്ങൾ വേറെ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ വേറെ ഇസ്ലാമിന്റെ കുറെ സങ്കല്പങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്താണ് അപ്പൊ രാജാവിന് പരിചയപ്പെടുത്തി കൊടുക്കാണ്. നബി തങ്ങൾ എന്തിലേക്കാണ് ക്ഷണിച്ചത്? സ്വലാത്തി, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആരാധനകളുണ്ട്, അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ സിദ്ക്കി, ഇതാണ് ഇപ്പോഴത്തെ വിഷയം. സിദ്ക്ക്, സത്യസന്ധത പുലർത്തുക, ജീവിതത്തിൽ സത്യം ചെയ്യുക, കളവ് പറയാതിരിക്കുക എന്നൊരു കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പിന്നെ വല്ല അഫാഫി, അഫാഫ് എന്ന് പറഞ്ഞാൽ എന്താ? അഭിമാനം ഉണ്ടായിരിക്കുക, അതായത് ഹറാമുകളൊക്കെ, ഈ നിഷേധിച്ച കാര്യങ്ങളൊക്കെ അതിനെ തൊട്ടൊക്കെ മാറി നിൽക്കുക, അഭിമാനം സംരക്ഷിക്കുക എന്നതാണ് അഫാഫ്. പിന്നെ വസിലത്തി, പിന്നെ കുടുംബബന്ധം ചേർക്കുക. ഇത്തരം വിഷയങ്ങളിലേക്കാണ് ഇസ്ലാം നബിതങ്ങൾ ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ഹദീസ് നോക്കാം. ക്ലിയർ അല്ലേ? ഇനി الرابع عن أبي ثابت وقيل أبي سعيد وقيل أبي الوليد سهل بن حنيف وهو بدري. ബദ്രിയായ സ്വഹാബിയാണ്, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. അവര് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താണ് ഹദീസ്? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ സഅല അല്ലാഹു തആല ഷഹാദത ബിസ്ദിഖി ബല്ലഅഹു മനാസില ശുഹദായി വഇൻ മാത അലാ ഫിറാശിഹി. അപ്പം ആരെങ്കിലും, ഇതിലെന്താ പറഞ്ഞത്? നബിതങ്ങൾ പഠിപ്പിക്കുകയാണ് എന്ത്? മൻ സഅല അല്ലാഹു ഷഹാദത ബിസ്ദിഖി, ആരെങ്കിലും സത്യസന്ധമായിട്ട് അല്ലാഹു തആലയോട് ഷഹീദാവാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ വല്ലാഹു മനാസില ശുഹദായി, അള്ളാഹു അവർക്ക് എന്ത് കൊടുക്കും? ശുഹദായിന്റെ സ്ഥാനം കൊടുക്കും. മൈൻ മാത അലാ ഫിറാശിഹി, മൈൻ മാത അലാ ഫിറാശിഹി. അവര് ഇൻ കേസ് എന്താണ്, ഫിറാഷിലാണ്, രോഗശയ്യയിലാണ് മരണപ്പെട്ടതെങ്കിലും അവർക്ക് എന്തിന്റെ പദവി ഉണ്ടാവുന്ന പറഞ്ഞത്? ശുഹദായിന്റെ പദവി ഉണ്ടാവുന്ന പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഗതി? എന്താ? സഅലല്ലാഹു തആല ഷഹാദത ബിസ്ദിഖിൻ, സത്യസന്ധമായിട്ട് ഉള്ളില് എന്താണ് പൂതിയില്ലാതെ ചോദിക്കല്ല, ഉള്ളിലും ശരിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. അങ്ങനെ ശരിക്കും ആഗ്രഹം വന്നതിന്റെ മേലാണ് എന്ത് ചെയ്യുന്നത്? സത്യസന്ധമായിട്ടാണ് ചോദിക്കുന്നത്. ഷഹാദത്ത് കിട്ടണം, ഷഹീദായി മരിക്കണം എന്നുള്ളതെങ്കിൽ അതിന് ഇതിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞാലും വേറെ എങ്ങനെ രൂപത്തിൽ മരിച്ചു കഴിഞ്ഞാലും ഷഹീദായി മരിച്ചതിന്റെ കൂലി ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ദ്വാരക്കുമ്പോ എന്ത് ചെയ്യണം? സത്യസന്ധമായിട്ട് ചോദിക്കുക എന്നുള്ളതാണ്. നീ ഓക്കെ. അപ്പൊ ആവശ്യങ്ങൾ പൂർത്തീകരിക്കണേല് സിദുക്ക. പിന്നെ അതുണ്ട് സലുല്ലാ മൂക്കിനീൻ അൻതു മൂക്കിനീനം ബിൽ ഇജാബ എന്നുണ്ട്. നിങ്ങൾ കൂലി ഉറപ്പിച്ചിട്ടാണ് പഠിച്ചവനോട് ചോദിക്കേണ്ടത്. അത് കിട്ടിയാ കിട്ടി, അല്ലെങ്കിൽ പോയി എന്നുള്ള രീതിയിലല്ല ദുആ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. പക്ഷെ പഠിച്ചവൻ എന്തായാലും തരും എന്നുള്ള രീതിയിലാണ് ദുആ ചെയ്യേണ്ടത്. ഇനി ദുആ എന്തായാലും സ്വീകരിക്കാൻ ചെയ്യും. ദുആന് പല രീതിയിൽ പ്രതിഫലം ഉണ്ടാവും. എങ്ങനെ? ചിലപ്പോൾ ദുന്യാവിൽ തന്നെ നമ്മൾ ചോദിച്ചത് കിട്ടും. ഈ ദുന്യാവിൽ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആയിട്ട് കിട്ടും. ഈ ലേറ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ആഖിറത്തിൽ എന്താവും? നമ്മൾ ചോദിച്ചതിനേക്കാൾ വലിയ സംഭവങ്ങൾ നമുക്ക് കിട്ടും. എന്തായാലും ദുആ ഒരു ഇബാദത്താണ്. നിസ്കാരത്തിന് ശേഷം ഇമാമിന്റെ കൂടെ ദ്വാരക്കുന്നതും പിന്നെ അതിന് ശേഷം നമ്മൾ ഒറ്റക്ക് ദ്വാരക്കാനൊക്കെ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഏതായാലും പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ സമയത്തും പിന്നെ തഹജ്ജുദിന്റെ സമയവും രാത്രിന്റെ അവസാനത്തെ പകുതിയൊക്കെ ദുആന് നല്ല ഇജാബത്തുള്ള സമയങ്ങളാണ്. അപ്പൊ അവിടെ ദുആ ചെയ്യാന്നുള്ളതും നല്ലൊരു ഇബാദത്താണ്. അപ്പോ സിദുക്കുൽ കൽബി സബബുൽ ബുലൂഗിൽ അറബി. അപ്പൊ നമ്മുടെ സിദുക്കുൽ കൽബ്, നമ്മൾ എത്രത്തോളം ആത്മാർത്ഥതായിട്ടാണോ, എത്രത്തോളം കളങ്കമില്ലാതെയാണ് നമ്മൾ ചോദിക്കുന്നത്, അത് നമ്മുടെ ആവശ്യങ്ങൾ കിട്ടാനുള്ള ഒരു 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 എന്താ പറയാ കാരണമാണ് എന്നത് മനസ്സിലാക്കാൻ പറ്റും.
ഇനി ആരെങ്കിലും പിന്നെ അതേപോലെ തന്നെ ഉദ്ദേശത്തിന് ഒരാളുടെ അമലിനേക്കായും പവർ ഉണ്ട് എന്ന് ഇതിന് മനസ്സിലാക്കാൻ പറ്റും. മന്നവാശിയൻ പിന്നെ അമലിൽ ബിരി ഉസീബ അലൈഹി വൈലം എത്തഫിക് ലഹു അമലു. ഇപ്പൊ ധാരാളം അമലുകൾ ചെയ്യാൻ ഹൈറ് ചെയ്യാൻ ആഗ്രഹിച്ചു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാണ് കേട്ടോ. പക്ഷെ അയാൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല. അപ്പൊ എന്ത് ചെയ്യും? അതിനുള്ള കൂലി കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഹദീസിലുണ്ട് എന്ത്, യുദ്ധത്തിന് പോയ സമയത്ത് എന്ത് പറയുന്നുണ്ട്? ഫൈന്ന ബിൽ മദീനത്തിൽ റിജാലൻ മാ സിറത്തും മസീറം വലാ ഖത്താത്തും വാദിയൻ ഇല്ലാ കാനൂ മഅക്കും ഹബ്ബസഹുമുൽ ഉദുറു. ഉദർ കാരണം എന്താണ് കാരണം ഉണ്ടായതിന്റെ മേലില് യുദ്ധം ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഒരു മദീനയിലാണ്, നബി തങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യാൻ വന്നിട്ടില്ല, എന്നാലും അവർക്ക് അതിന്റെ കൂലിയുണ്ട്. കാരണം എന്താ, അവര് അതിയായ ആഗ്രഹിക്കുന്നുണ്ട്, സത്യസന്ധമായി ആഗ്രഹിക്കുന്നുണ്ട് യുദ്ധത്തിന് പോവാന്. പക്ഷെ അവരെന്ത് ചെയ്യില്ല, പോകാൻ പറ്റിയില്ല. കാരണം വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായി, രോഗമോ അല്ലെങ്കിൽ വാർദ്ധക്യമോ അതേപോലുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇനി അതേപോലെ തന്നെ ഈ ചെറുപ്പത്തിലെ ഇങ്ങനെ പള്ളിയിൽ പോയ ആൾക്കാർ, അല്ലെങ്കിൽ രോഗാവസ്ഥ വരുന്നതിന് മുമ്പ് പള്ളിയിൽ പോയ ആൾക്കാർക്കും അതേപോലത്തെ ഗുണമുണ്ട്. ഒരാള് അയാളുടെ ശീലമായിരുന്നത് കറക്റ്റ് പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളത്. പിന്നെ ഒരു സാഹചര്യത്തിൽ എന്തായി, അസുഖം വന്നു, പള്ളിയിൽ പോകാൻ പറ്റാതായാല് പള്ളിയിൽ പോകുന്ന അതേ കൂലി എന്ത് ചെയ്യും, അവർക്ക് ഇങ്ങനെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കും. കാരണം എന്താ, പോയിക്കൊണ്ടിരുന്ന ആളാണ്. പിന്നെ അവസരം വന്നപ്പോ അല്ല, ഇപ്പൊ ഇങ്ങനെ സാഹചര്യം ഉണ്ടായപ്പോഴാണ് അയാൾക്ക് പോകാൻ പറ്റാതായത് എന്ന കാരണം കൊണ്ട് അയാൾക്ക് കൂലി കിട്ടും എന്ന് പറയുന്നുണ്ട്. അതേപോലെ അപ്പൊ നമ്മൾ എന്ത് മനസ്സിലായി, ഈ ആരോഗ്യമുള്ള സമയത്താണ് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ ആരോഗ്യ മീൻസ് അവസാന ഏജ് കൂടുന്നതിനനുസരിച്ച് ഇബാദത്തുകൾ കൂടി വരണം. അല്ല, ഞാൻ ഇപ്പൊ പറയണത് നേരത്തെ തന്നെ ആരോഗ്യം ഉണ്ടാവുന്ന സമയത്ത് തന്നെ നമ്മൾ മാക്സിമം ഇബാദത്ത് ചെയ്യണം. അപ്പൊ ചെയ്യാൻ പറ്റാത്ത സമയത്ത് കുറച്ച് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, കുറെ കൂലി കിട്ടാൻ പറ്റും. ഇനി ഇതാ അടുത്ത ഹദീസ്, ഇനി 2 എണ്ണം കൂടിയുള്ളൂ. عن أبي هريرة قال خامس عن أبي هريرة قال قال رسول الله صلى الله عليه وسلم غزا نبي من الأنبياء صلوات الله وسلامه عليه وقال لقومه. അപ്പൊ ഇത് ഞങ്ങൾ മുമ്പുണ്ടായിരുന്ന ഒരു കഥ പഠിപ്പിക്കാം. നമ്മൾ കഴിഞ്ഞ ബാബുകളിലൊക്കെ പഠിച്ചല്ലോ, പഴയ സമുദായത്തിലെ ആൾക്കാരെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ചിലയിടത്തൊക്കെ സൂചിപ്പിക്കുന്ന അവിടുത്തെ കഥകൾ പഠിപ്പിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്ന ഹദീസുകൾ നമ്മൾ കഴിഞ്ഞ ബാബിലൊക്കെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ഫസ്റ്റിൽ സൂചിപ്പിച്ചു. അതേപോലുള്ള ഒരു ചരിത്രമാണ് ഇവിടെ പറയുന്നത്. മിനൽ അംബിയാ സ്വല്ലല്ലാഹു വസല്ലമു അലൈഹി വഖാല ലിഖൗമി ലാ യത്ബഅനി റജുലുൻ മിൻ മലക ബുദ്ഇൻ ബുദ്അ ഇംറഅത്തിൻ വഹുവ യുരീദു അൻ യബ്നി ബിഹാ വലമ്മാ യബ്നി ലഹാ ബിഹാ. അപ്പോ ഇത് മുമ്പ് കഴിഞ്ഞ നബി എന്താണ്, അവരെ സമൂഹത്തെ കൂട്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ ചരിത്രം. ഓക്കെ, അപ്പൊ ആ നബി എന്ത് ചെയ്യുന്നുണ്ട്, കുറെ ഷർത്തുകൾ വെക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും വരണ്ടെന്ന്. അപ്പൊ അത് അത്രത്തോളം സത്യസന്ധരാണ് യുദ്ധത്തിന് വരേണ്ടതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി എന്താ പറഞ്ഞത്, ഈ നബി പറയാണ് ലാ യത്തബിഅന്നി. അപ്പൊ യുദ്ധത്തിന് പോകാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ നബി. ലാ യത്തബിഅന്നി റജുലും മലക ബുദ്ഇൻ ഇംറാത്തിൻ വഹുവ യുരീദു അൻ യബ്നി ബിഹാ വലമ്മാ യബ്നി ബിഹാ. അപ്പോ ആരെങ്കിലും സ്ത്രീകളോട് കൂടാന് അല്ലെങ്കിൽ വിവാഹത്തിന് കഴിഞ്ഞ ആ ഒരു ജീവിതം, ഭാര്യയോടൊത്തുള്ള ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ അങ്ങനത്തെ ആൾക്കാർ യുദ്ധത്തിന് വരണ്ട എന്നാണ് പറയണത്. ഓക്കെ, വലാ അഹദുൻ ബനാ ബുയൂതം ലം യർഫ സുഖൂഫുഹ. അതേപോലെ തന്നെ വേറെന്താ ആൾക്കാരും വീടുണ്ടാക്കി ലം യർഫ സുഖൂഫുഹ, പക്ഷെ അതിന്റെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ റൂഫ് ഒന്നും എന്ത് ചെയ്തില്ല, ഉയർത്തിയിട്ടില്ല. പണി എന്താണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ വലാ അഹദുൻ ഇസ്തറ വനമൻ ഔ ഖലിഫാത്തിൻ, അല്ലെങ്കിൽ വേറെ കുറച്ച് ആൾക്കാര്
ഇസ്തറ വനമൻ ഓരെന്ത് ചെയ്തിട്ടുണ്ട്, ആടിനെ വാങ്ങിയിട്ടുണ്ട്. ഔ ഖലിഫാത്തുൻ വഹുവ യൻതദിറു ഔലാദഹ, അല്ലെങ്കിൽ അല്ല ഇത് കുറച്ച് വലിയ ഹദീസാണ്. ഞാൻ കുറച്ച് ഇത് നമുക്ക് തീർക്കണ്ടേ. മുമ്പത്തെ ഹദീസുകളൊക്കെ കിട്ടിയിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ, പറയാം. ലാ യത്തബിഅനി റജുലൻ മലക ബുദു ഇംറാത്തിൻ. ബുദു ഇംറാത്ത് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ലാ യത്തബിഅനി, എന്നെ ആരും തുടരണ്ട, റജുലൻ ഒരു പുരുഷനും, മലക ബുദു ഇംറാത്തിൻ, ഒരു സ്ത്രീകളുമായിട്ടുള്ള ലൈംഗിക ബന്ധം ആഗ്രഹിക്കുന്ന ഒരാൾ എന്ത് ചെയ്യില്ല, എന്നെ തുടരണ്ട. ബഹു യുരീദു അൻ യബ്നി ബിഹ, അവൻ ഇപ്പൊ ഒരാൾക്ക് എന്തുണ്ട്, ഭാര്യയുണ്ട്. ഓ യുരീദു അൻ യബ്നി ബിഹ, അവളുമായിട്ട് രാപ്പാർക്കാനാണ് അവരുദ്ദേശിക്കുന്നത്. വലമ്മ യബ്നി ബിഹ, അങ്ങനെ അപ്പൊ അവരെന്ത് ചെയ്യണ്ട, നമ്മളോട് കൂടെ ചേരണ്ട, യുദ്ധത്തിന് വരണ്ട എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആയില്ലേ? ഇനി വലമ്മ വലാഹദുൻ ബനാ ബുയൂത്തൻ, വേറെ ആരും വരണ്ട. ബനാ ബുയൂത്തൻ, ഒരു വീടുണ്ടാക്കി. പക്ഷെ ലം യർഫ സുക്കൂഫഹ, അതിന്റെ സഖഫൊന്നും റൂഫൊന്നും എന്ത് ചെയ്യില്ല, ഉയർന്നിട്ടില്ല. ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. വലാഹദുൻ, വേറെ ആൾക്കാരും വരണ്ട. ഇസ്തറ വനമൻ, ഒരാടിനെ വാങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഖലിഫാത്ത്, അല്ലെങ്കിൽ ഒട്ടകത്തിനെ, ഗർഭിണിയായ ഒട്ടകത്തിനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോ മൃഗങ്ങള് വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗർഭിണിയായ ഒട്ടകങ്ങൾ. അപ്പോ വീട്ടിലവർ വേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യണ്ട, വരണ്ട എന്നാണ് പറഞ്ഞത്. ഇവിടെ ഓഹോ എന്തൊരു ഔലാദഹ, എന്നിട്ട് ഇവരെന്താണ് ഈ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ഈ വാങ്ങിയ മൃഗത്തിന് കുട്ടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ അവര് യുദ്ധത്തിന് വരണ്ട. അങ്ങനെ അവര് പോയി. മിനൽ ഖറിയത്തി സ്വലാത്തൽ അസ്രിയാവോ കരീബം മിൻ ദാലിക, അങ്ങനെ അവര് യുദ്ധം ചെയ്തു. എന്നിട്ട് ഒരു സ്ഥലത്തെത്തി. മിനൽ ഖറിയത്തി സ്വലാത്തൽ അസ്രിയാവോ കരീബം മിൻ ദാലിക, അപ്പൊ അസർ നിസ്കാരത്തിന്റെ സമയത്ത് എത്തിയപ്പോ ഒരു കറിയത്തിലെത്തി. എന്നിട്ട് കാലൽ ഷംസി, അപ്പൊ എന്നിട്ട് ഈ നബി, ഇതിന്റെ നബിന്റെ മോചിതത്വം എന്നുള്ള നിലക്ക് സൂര്യനോട് പറയണെന്ത്, ഇന്നക്കി മഅമൂറത്തുൻ വാന മഅമൂറുൻ, ഈ സൂര്യൻ എന്ത് ചെയ്യണമെന്ന് ഓർഡർ ഉണ്ട്, വാന മഅമൂറുൻ, നമ്മളോട് ഓർഡർ ഉണ്ട്. സൂര്യൻ അപ്പോ എല്ലാ ജീവികളോടും, കല്ലിനോടും, പിന്നെ ചലിക്കുന്ന മൃഗങ്ങളോടും ഒക്കെ ഒരു ഓർഡർ ഉണ്ട്. അതിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിച്ചത്, ഇവർക്ക് കുറച്ചുകൂടി സമയം വേണം നിസ്കരിക്കാൻ. അപ്പോ എന്ത് ചെയ്യാ, സൂര്യൻ ഒന്നുകൂടി കുറച്ചുകൂടി നേരം മുമ്പോട്ട് പോകാനാണ് ഇവിടെ പറഞ്ഞത്. അലൈന, അപ്പൊ എന്താ സമയം അതേപോലെ നിന്നു. ഓക്കെ, അപ്പൊ അവർക്ക് കുറച്ചുകൂടി നിസ്കരിക്കാൻ സമയം വേണം. അപ്പൊ അലൈന, അള്ളാഹുവിനോട് തോരുന്നത്, അള്ളാഹുവെ നീ എന്താക്കണം, സൂര്യനെ പിടിച്ചു വെക്കണം കുറച്ചു നേരം. ഫഹുബിസത്ത്, അപ്പൊ കുറച്ചു നേരം എന്ത് ചെയ്തു, സമയം അതേപോലെ വന്നു. നബിതങ്ങൾക്കും എന്തായിട്ടുണ്ട്, ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, 2 സമയത്ത് അങ്ങനെ സമയം എന്തായിട്ടുണ്ട്, തടഞ്ഞു വെച്ച് പിന്നെ അവർ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇനി ഫത്തഹല്ലാഹു അലൈഹി, അങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി അയാൾക്ക് നിസ്കരിച്ചു. അങ്ങനെ അള്ളാഹു താല അവർക്ക് വിജയം നൽകി. ഓക്കെ, ആ യുദ്ധത്തിൽ അവർ വിജയിച്ചു. ജമാൽ ഖനായിമ, എന്നിട്ട് ഗനീമത്ത് സ്വത്തുകളൊക്കെ ഒരു ഒരുമിച്ച് കൂട്ടി. ഇനി പണ്ടത്തെ ഒരു സിസ്റ്റം ആയിരുന്നു എന്ത്, ഈ ഗനീമത്ത് സ്വത്തുകളൊക്കെ ശത്രുക്കളെ, ഗനീമത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ശത്രുക്കൾ എന്തായി യുദ്ധം ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ശത്രുക്കളെ എന്താ മുതലൊക്കെ ഉണ്ടാവല്ലോ, ഓരോ യുദ്ധ സാമഗ്രികളും ഒക്കെ എല്ലാം ആയിട്ടല്ലേ യുദ്ധം ചെയ്യാൻ വരിക. ഒരു പിന്തിരിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ ആ സ്വത്തുക്കൾ എന്ത് ചെയ്യാൻ പറ്റും, മുസ്ലിമുകൾക്ക് എടുക്കാൻ പറ്റും. അതിനാണ് ഗനീമത്ത് എന്ന് പറയാം. അപ്പൊ അത് നബിതങ്ങൾ പറയേണ്ടത്, അത് നമ്മളെ സമൂഹത്തിനാണ് അള്ളാഹു താല ഹലാലാക്കിയത്. പക്ഷെ പണ്ട് പറഞ്ഞാല്, പണ്ട് എന്തായിരുന്നു, യുദ്ധം ചെയ്തു കഴിഞ്ഞാല് അതെന്ത് ചെയ്യും, അത് കൂട്ടി വെക്കും, അങ്ങനെ തീ വന്ന് കരിച്ചുകൊണ്ടുപോകും. ഓക്കെ, ഇപ്പൊ മൃഗങ്ങളൊക്കെ ആണെങ്കിൽ തീ കൂട്ടി വെക്കും, അങ്ങനെ തീ വന്ന് കരിച്ചു കൊണ്ടുപോകും. അങ്ങനെ കരിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, അത് യുദ്ധം ആത്മാർത്ഥമായിരുന്നില്ല എന്നതാണ് അതിന്റെ അടയാളം. ഓക്കെ, ഇപ്പൊ ഇവിടെ
അങ്ങനെ യുദ്ധത്തിൽ എന്തായി, ഗനീമത്തുകളൊക്കെ ഒരുക്കൂട്ടി വെച്ചു. ഫജാഅത്ത്, അങ്ങനെ നാറ് വന്നു, ലിതഅകുലഹ ഫലം തത്അംഹാ, അങ്ങനെ ഇത് ആകാശത്ത് നിന്ന് നാറ് വന്നു, പക്ഷെ ഇതിനെ എന്ത് ചെയ്തില്ല, അത് കരിച്ചില്ല, അതിനെ നാറ് തീ ഭക്ഷിച്ചില്ല ആ സാധനത്തിന്. കാല, അപ്പൊ നബി പറഞ്ഞു, ഇന്ന ഫീക്കും ഉലൂലൻ, നിങ്ങൾ എന്തായിട്ടുണ്ട്, ഉലൂൽ ഉണ്ടായിട്ടുണ്ട്. ഉലൂൽ എന്ന് പറഞ്ഞാൽ എന്താ, വഞ്ചന, സത്യസന്ധത അല്ലാത്തത്, സത്യല്ലായ്മ ഉണ്ടായിട്ടുണ്ട്. ഫൽ ഫൽ യുബായിനി മിൻ കുല്ലി കബീലത്തിൻ റജുലൻ ഫലസികത്ത് യദു റജുലിൻ ബിയദിഹി ഫഖാല, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പരിഹാരമായിട്ട് അതിന് പരിഹാരമായിട്ട് എല്ലാവരും കൈ കൊണ്ടുവന്ന് എന്താ ബൈഅത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. കൈ പിടിച്ചിട്ട് നമ്മളെ അടുത്ത് പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നുള്ളത് സത്യം ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ സത്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ സത്യം ചെയ്യുന്ന അയാൾക്ക് കൽബിൽ തുമൈനത്ത് ഉണ്ടാവില്ലല്ലോ. ഈ കളവ് ചെയ്താല്, ഈ എന്തെങ്കിലും വഞ്ചന ചെയ്ത് കഴിഞ്ഞാല് അയാളെ മുഖത്തത് പ്രകടാവും. ഈ തെറ്റുകൾ ചെയ്ത ആളെ പിടിക്കാൻ പോലീസിന് ട്രെയിനിങ് കിട്ടണ അങ്ങനെയാണല്ലോ. പിന്നെ ഒരുപാട് മെഷീനും ഉണ്ട്, ഈ കളവ് പറഞ്ഞ് കണ്ടുപിടിക്കാനുള്ള മെഷീൻ ഉണ്ട്, പോളിഗ്രാഫ് എന്നാണ് തോന്നുന്നുണ്ട് അതിന്റെ പേര്. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, മുഅ്മിനിന്റെ സന്തോഷം അതാണ്, സത്യം മാത്രം ചെയ്യുകയും സത്യം മാത്രം പറയുകയും ചെയ്താൽ കൽബിൽ പിന്നെ തുമനീനത്തൊക്കെ ഉണ്ടാവുക. ഓക്കെ, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ സത്യം ബൈഅത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമുക്ക് കൈപിടിച്ച് ബൈഅത്ത് ചെയ്യുമ്പോ എന്ത് മനസ്സിലാവും, ആരാണ് വഞ്ചന കാണിച്ചെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി അപ്പൊ ഫലസികത്ത് യദറജുലിൻ ബിയദിഹി ഫഖാല ഫീക്കുമുലുൽ, അങ്ങനെ കൈ പിടിച്ചു, ഫീക്കുമുലുലു, അപ്പൊ കൈ പിടിച്ച സമയത്ത് എന്ത് പറഞ്ഞു, ഫീക്കുമുൽ ഉലൂല ഫൽ തബായനി കബീലത്തുക, അപ്പോ നിങ്ങളുടെ കബീലയിൽ, അപ്പൊ ഫസ്റ്റ് എന്താ, കബീലയിലെ നേതാക്കന്മാരെ ഇങ്ങനെ കൈ പിടിച്ചു. അപ്പൊ ഒരാളെ കൈ പിടിച്ചത് മനസ്സിലായി. ഫലസിക്കത്ത് യദ റജുലൈനി ഔ സലാസത ബിയദിഹി, അങ്ങനെ ആ കബീലയിൽ പെട്ട ആൾക്കാരാണ് ഇങ്ങനെ വഞ്ചന ചെയ്തതെന്ന് മനസ്സിലായി. അങ്ങനെ ആ കബീലയിൽ പെട്ട 2-3 ആൾക്കാരെ എടുത്തു, അവരായിട്ട് ഇങ്ങനെ കൈ കൊടുത്തു. അപ്പം മനസ്സിലായി ആരാണ് കളവ് ചെയ്തതെന്ന്, വഞ്ചന ചെയ്തതെന്ന്. ഫക്കാല, എന്നിട്ട് പറഞ്ഞു ഫീക്കുമുൽ ഉലൂൽ, നിങ്ങളിൽ എന്തുണ്ട്, വഞ്ചന ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അവരതിന് പ്രായശ്ചിത്തായിട്ട് ഫജാഉ ബിറാസിം മിസ്ല റാസി ബക്കറത്തിൻ മിനദ് ദഹബി, സ്വർണത്തിന്റെ ഒരു പശുവിന്റെ തലേനെ എന്തായി, ഒരു കൊണ്ടുവന്നു. ഫവളാഹ ഫജാഅത്തിൻ നാറു ഫഅക്കലത്ഹ, അങ്ങനെ അപ്പൊ തീ വന്നു, അങ്ങനെ എന്ത് ചെയ്യും, അതിനെ തിന്നു, അതിനെ കൊണ്ടുപോയി. ഫലം തഹില്ലൽ ഗനായിമു. ഓക്കെ, ഇവിടെ പറഞ്ഞ എന്താ, സത്യസന്ധമായിരിക്കണം നമ്മളെ അമലുകളൊക്കെ. ഇവിടെ സത്യസന്ധത കുറഞ്ഞത് കൊണ്ട് എന്തെയില്ല, ഇവരുടെ യുദ്ധത്തെ സ്വീകരിച്ചില്ല. അതുകൊണ്ടായിരുന്നു പഴയ നബിന്റെ നിയമം അനുസരിച്ച് ഗനീമത്ത് തീ വന്ന് കരിക്കാതിരുന്നത്, എന്താണ്, അത് സ്വീകരിക്കാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ചരിത്ര കഥ പറഞ്ഞതിലൂടെ സത്യസന്ധതന്റെ ആവശ്യകത ബോധിപ്പിച്ചു കൊടുത്താണ്. ഇനി ഗനീമത്തിന്റെ കാര്യം പറയാണ്. ഫലം തഹില്ലൽ ഗനായിമു ലിഅഹദിൻ ഖബലന, നമ്മളെ മുമ്പ് ആർക്കും എന്ത് ഉണ്ടായിരുന്നില്ല, ഈ ഗനീമത്ത് സ്വത്ത് എടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഉമ്മ അഹല്ലല്ലാഹു ലനൽ ഗനായിമ ലമ്മാ റഅ ളഅഫന വഅജ്സന ഫഅഹല്ലഹ ലന, പിന്നെ അല്ലാഹു തആല നമ്മൾ എന്ത് മനസ്സിലാക്കി, നമുക്ക് ഗനീമത്ത് എടുക്കാനുള്ള അത് ഹലാലാക്കി തന്നു. ലമ്മാ റഅ ളഅഫന വഅജ്സന, നമ്മുടെ ളഅഫും അജ്സും, നമ്മുടെ അശക്തതയും ബലഹീനതയൊക്കെ അല്ലാഹു തആല കണ്ടപ്പോ അത് നമുക്ക് എന്താക്കി തന്നു, ഹലാലാക്കി തന്നു. ഇപ്പൊ ശത്രുക്കളെ ഓടിപ്പോയി കഴിഞ്ഞാല് ആ മാല എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ മുസ്ലിമുകൾക്ക് ശക്തി സംഭരിക്കാൻ പറ്റും, അടുത്ത യുദ്ധത്തിന് തയ്യാറാവാൻ പറ്റും. ഓക്കെ, മുത്തഫഖുൻ അലൈഹി. മനസ്സിലായില്ലേ? ഇനി സാധിച്ചു, അങ്ങനെ അവസാനത്തെ ഹദീസാണ് ഈ ബാബിലെ, ഈ ഫസിലെ. സാദിസു അൻ അബി ഖാലിദ ഹക്കീം ബിൻ ഹുസാമിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അൽ ബയ്യാനി ബിൽ ഖിയാരി മാലം യതഫറഖ. ഇത് കച്ചവടമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയണത്. കച്ചവടമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയണത്. എന്താ അൽ ബയ്യാനി ബിൽ ഖിയാരി, വാങ്ങിയ ആൾക്കാർക്ക്, വിൽക്കുകയും വാങ്ങുകയും ചെയ്ത കച്ചവടത്തിൽ ഏർപ്പെട്ട ആൾക്കാർക്ക് ഖിയാർ ഉണ്ട്. ഖിയാർ എന്ന് വെച്ചാൽ എന്താ, സദസ് വിട്ട് പിരിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ 3 ദിവസം അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ 3 ദിവസം കൊണ്ട് ഇസ്ലാമിന്റെ എന്താ പറയാ കച്ചവടത്തിന്റെ മസല പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. അത് ഖിയാർ ഉണ്ടാവും. 3 ദിവസം എന്ത് ചെയ്യാൻ പറ്റും, സാധനത്തിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും. അപ്പോ ഇത് ആ സദസ്സ് പിരിയണതിന് മുമ്പ് എന്താക്കാനും പറ്റും, സാധനം തിരിച്ചു കൊടുക്കാൻ പറ്റും. വാങ്ങിയത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അൽ ബയ്യാനി ബിൽ ഖിയാരി മാലം യതഫറഖ, ഇപ്പൊ വേർപിരിയുന്നതിന് മുമ്പുള്ള ഖിയാറിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പൊ സദസ്സ് ഒരു സ്ഥലത്തെ കച്ചവടം നടത്തിയത് വിട്ട് പിരിയുന്നതിന് മുമ്പ് അവർക്ക് സാധനം വാങ്ങാനോ ബയ്യ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫൈൻ സ്വതക്കാവോ ബയ്യന ഭൂരിക്കലവുമാ ഫീ ബൈഹിമ. ഇനി രണ്ടാളും സിദ്ഖ് ചെയ്തു, എന്നിട്ട് ബയ്യന ഭൂരിക്കലവുമാ ഫീ ബൈഹിമ, ഇവര് വിശദീകരിക്കുകയൊക്കെ ചെയ്തു. ഈ കച്ചവടം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ വിശദീകരിക്കണം. ഈ അതിലുള്ള ഇല്ലാത്ത ക്വാളിറ്റി പറയുകയും അങ്ങനെ കച്ചവടം ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, എന്തെങ്കിലും നല്ല രീതിയിൽ കച്ചവടം ചെയ്യാം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അതിന്റെ യഥാർത്ഥ ക്വാളിറ്റി പറഞ്ഞിട്ടാണ് കച്ചവടം ചെയ്യേണ്ടത്. അതാണ് ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കച്ചവടം. അതിന് ഇല്ലാത്ത ക്വാളിറ്റി പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല, കച്ചവടം ചെയ്യാൻ പാടില്ല. അപ്പൊ അത് കളവാണ്, അത് സത്യമല്ല. അപ്പൊ ഇതാണ് പറയുന്നത് സ്വതക്കാവ് ബയ്യന പൂരിക്കലവുമ ഫി ബൈഹിമ. അങ്ങനെ രണ്ടാളും, ഒരാള് സാധനം വാങ്ങും, മറ്റൊരാള് എന്ത് ചെയ്യും, വില കൊടുക്കും. ഇനി വില അല്ല, മുമ്പത്തെ സിസ്റ്റം ആണെങ്കിൽ ബാർട്ടർ സിസ്റ്റം ആണെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കൊടുക്കും. എങ്ങനെയാണെങ്കിലും ഇവിടെ രണ്ട് കൊടുക്കുന്നതിലും സത്യസന്ധരായിരിക്കണം. സത്യം ആയിരിക്കണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സാധനം. എന്തായാലും കളവ് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭൂരിക്ക ബർക്കത്ത് ഉണ്ടാകും. ലഹുമ ഫി ബൈഹിമ വൈൻ കത്തമ. ഇനി അവര് മറച്ചു വെച്ചു, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒന്ന് പെയിന്റ് അടിച്ച് എന്തായി ഒന്ന് ഇതാക്കിയിട്ടു, അല്ലെങ്കിൽ എന്തായി 2-3 ദിവസം കറക്കാണ്ട് എന്തായി പാലുള്ള പോലെ തോന്നിപ്പിച്ചു, അങ്ങനെയുള്ളതൊക്കെ കച്ചവടത്തിന്റെ കളവായ മാർഗങ്ങളാണ്. അങ്ങനെ ചെയ്താൽ വ കദബ മുഹിക്കത്ത് ബറക്കത്തു ബൈഹിമ. അങ്ങനെ അവർ കളവ് പറയുകയും ചെയ്തു, ഇതിന് ഇത്ര ലിറ്റർ പാൽ കിട്ടുന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഇല്ലാത്ത ക്വാളിറ്റീസ് ഒക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മുഹിക്കത്ത് ബറക്കത്തു ബൈഹിമ. അപ്പൊ എന്താകും, ബറക്കത്ത്, കച്ചവടത്തിലെ ബറക്കത്ത് പോകും, ഇല്ലാണ്ടാകും. മുത്തഫഖുൻ അലൈഹി. അപ്പൊ അവിടെയും കച്ചവടത്തിലും സത്യസന്ധത വേണം എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ എന്ന് പറഞ്ഞത് സിദ്ക്ക് സത്യസന്ധതനെ പറ്റിയിട്ടായിരുന്നു. സത്യസന്ധത എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഉള്ളും പുറവും സെയിം ആയിരിക്കാം. രഹസ്യമായിട്ടും പരസ്യമായിട്ടും കൽബിലുള്ളതും പുറത്ത് കാണിക്കുന്നതും ശരിയാവാന്നുള്ളതാണ്. അത് രണ്ടും ഒന്നാവാന്നുള്ളതാണ്. എന്ന് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കൽബിലുള്ള എല്ലാ ചിലപ്പോ വേണ്ടാത്ത തോന്നലൊക്കെ ഉണ്ടാവും, അതെല്ലാം പറയണമെന്നല്ല. ഓക്കെ, കൽബിലുള്ള എല്ലാം പുറത്ത് പറയണമെന്നല്ല ഈ പറഞ്ഞതിന് ഉദ്ദേശം. പക്ഷെ പുറത്ത് പറയുന്നതൊക്കെ എന്താണ്, സത്യമായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ്. പിന്നെ അള്ളാഹുവിനോടുള്ള ബന്ധത്തിലും അങ്ങനെ ഇപ്പോ സത്യസന്ധരായിരിക്കണം. അപ്പൊ ഈ സത്യസന്ധരാകുമ്പോ എന്താവണം, നമ്മൾ ചെയ്യുന്നതും പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം എന്ത് ചെയ്യണം, നമ്മളെ കൽബ് നന്നാവണം. കൽബ് നന്നാവുമ്പോഴാണ് ഈ സത്യം മാത്രം പറയാന്നുള്ള കാര്യം കൂടുതൽ ഉഷാറാവുക. ഈ കൽബിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്നാ പിന്നെ ആ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാ, പ്രകടിപ്പിക്കാം. അതാണ് സത്യസന്ധത എന്ന് മനസ്സിലാക്കരുത്. സത്യസന്ധത പറഞ്ഞാൽ ആദ്യം കൽബ്, ആദ്യം തെക്കുവ വേണം, പടച്ചവനെ പേടി വേണം, പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും മാക്സിമം ഈമാനും തെക്കുവയൊക്കെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. അതേപോലെ അതിനനുസരിച്ച് അപ്പൊ നന്നാക്കി കൽബുമായിട്ട് പിന്നെ അമല് ചെയ്യണം. ഓക്കെ, പിന്നെ അമല് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും, അത് സത്യസന്ധതായി. അപ്പൊ നമ്മൾ ഉള്ളിലുള്ളതും പുറത്തുള്ളതും ഒക്കെ ഒരേപോലെയായി. അപ്പൊ നല്ല കൂലി കിട്ടും പഠിച്ചവന്റെ അടുത്തുനിന്ന്. ഇനി സൃഷ്ടികളുമായിട്ടുള്ള കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മള് കളവ് പറയാൻ പാടില്ല.
കേവലമായ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് കളവ് പറയാൻ പാടില്ല. എന്നാല് ആ പറഞ്ഞിടത്ത് എല്ലാ സത്യങ്ങളും എനിക്ക് കുറെ സിർ അറിയാം. ഓക്കെ, മറ്റാർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറെ സത്യങ്ങൾ അറിയാം. ഈ കറാമത്ത് വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ കൂടി മൈക്ക് വെച്ചിട്ട് എല്ലാരോടും ഇങ്ങനെ പറഞ്ഞു നടക്കണം എന്നില്ല. ചിലപ്പോ വിശ്വസിക്കാൻ പറ്റാത്ത സത്യങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ അടുത്ത്. വേറെ ആർക്കോ പറഞ്ഞാൽ വിശ്വാസമാവില്ല. അപ്പൊ അത് നിങ്ങൾ മാക്സിമം എഴുതി ഫുള്ള് എഴുതുക, പിന്നെന്ത് ചെയ്യാ, പോസ്റ്റർ അടിക്കുക, ഫേസ്ബുക്കിൽ ഇടുക. അങ്ങനെ എല്ലാവർക്കും ഈ സത്യം ബോധ്യപ്പെടണം അങ്ങനെയല്ല. പറയുന്നതൊക്കെ സത്യമാവാന്നുള്ളതാണ്. പിന്നെ എന്ത് പറയണം പറയണ്ട എന്നുള്ളത് നമ്മൾ വേറെ ബാബിലെ പഠിക്കാം. അത് സ്വന്തം ഉണ്ടാവും. ഓക്കെ, നിശബ്ദതയാണ്, മിണ്ടാതിരിക്കലാണ് അവ്വലുൽ ഇബാദാത്ത് എന്ന് പറയുന്നുണ്ട്. മിണ്ടാതിരിക്കലാണ് ഏറ്റവും വേണ്ട ഇബാദത്ത്, ആദ്യം വേണ്ട ഇബാദത്ത്. അതിന് വേണ്ടിയിട്ട് എന്താണ്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചരിത്രം കാണുമ്പോ അവര് വായിൽ കല്ലിടും. വായിൽ കല്ലിടാകുമ്പോ എന്താണ്, സംസാരിക്കാൻ പ്രയാസം ഉണ്ടാവില്ലല്ലോ. സംസാരിക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒന്നുകൂടി ആലോചിക്കും, ഈ പറയണത് എന്താണോ, തീർച്ചയായും ഞാൻ പറയേണ്ടതാണോ എന്ന കാര്യം ചിന്തിക്കും. അങ്ങനെ കുറെ തെറ്റായ സംസാരങ്ങളിൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റും. ഓക്കെ, ഇൻഷാ അല്ലാഹ് അത്രയാണ് സിദ്ദിഖിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തത് മുറാക്കബ. മുറാക്കബ പറഞ്ഞാൽ എന്താ, നിരീക്ഷണം. ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളോ കൂട്ടിച്ചേർക്കലുകളോ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആയോ? പറഞ്ഞതൊക്കെ മനസ്സിലായിരുന്നോ?